ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കണ്ടെത്തി വന്നേക്കുവാണ്. ഈ കണ്ടെത്തി വന്നേക്കുന്നത് കുറച്ച് ചെളി എടുക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇത് രാവിലെ 5:45. സൂര്യനൊക്കെ ഇത് കണ്ടോ ഓടിച്ച് വന്നേ ഉള്ളൂ. ഈ ചെളി എടുക്കാൻ വന്നത് താമര നടാൻ വേണ്ടിയാണ്. താമര നടാൻ വേണ്ടി ഈ പോട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ പോട്ടിയൊക്കെ നമ്മൾ ചാണകം ഇട്ട് കൊടുക്കാം. ഇത്ര ചാണകപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ബേലിയൊക്കെ നമുക്ക് സാധാ മണ്ണിട്ട് കൊടുക്കാം. മണ്ണിൻ്റെ ബേലിയേക്ക് കണ്ടെത്തിനെടുത്ത് ചെളി ഇട്ട് കൊടുക്കാം. ചെളി ഇല്ലാത്തവർക്ക് ഉട്ട് ഡ്രൈ ആകട്ടെ ചാണകവും മണ്ണും മിക്സാക്കിയാൽ ചെളി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മണ്ണിന് കുതിരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇവിടെ ഇട്ടേക്കുന്ന താമര ഗ്രീൻ ആപ്പിളാണ്. അതിനെയാണ് നമ്മൾ റീപോർട്ട് ചെയ്യാൻ പോകുന്നത്. താമര വെക്കുമ്പം പോട്ടിൻ്റെ സൈഡിലേ വെക്കാൻ പാടുള്ളൂ, അതിൻ്റെ സെൻറ്ററിൽ വെക്കല്ലോ. ഈ സമയത്ത് ആമ്പലാണെങ്കിൽ നടുന്നെങ്കിൽ സെൻറ്ററിലേ വെക്കാൻ പാടുള്ളൂ. ഇതുപോലെ കമട്ടുമ്പം താമര കൈ വിട്ട് കിട്ടും. അത് നമുക്ക് വലിയ ചട്ടിയിലേക്ക് മാറ്റാം. ഇനി ഈ പാത്രം നിറയെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം കലങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഒരു വാഴയില വെക്കുന്നുണ്ട്. താമര നട്ട് കഴിഞ്ഞിട്ട് വെയിലുള്ള സ്ഥലത്തെ വെക്കാൻ പാടുള്ളൂ. ഒരു 6 മണിക്കൂറോളം ഡെയിലി വെയിൽ കിട്ടണം. മഴ പെയ്യുമ്പോൾ വെള്ളം കവിഞ്ഞ് വാഴിച്ചാൻ വേണ്ടി മേൽഭാഗത്തൊരു തൊലയിട്ട് കൊടുക്കാം. വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ വാഴയില എടുത്ത് മാറ്റാം. വെള്ളത്തിൽ കൊതുക് മുട്ട ഇടാതിരിക്കാൻ വേണ്ടി ഒന്നെങ്കിൽ പായലിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ മീൻ ഇട്ട് കൊടുക്കാം. ഇവിടെ അസോലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. മുമ്പ് നട്ട് പിങ്ക്ലൗടെ മുട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ താമര നട്ട് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.